ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അത്തിവൃക്ഷത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: പറിച്ചു തിന്നുവാൻ കാണുന്നവർക്ക് വളരെ ആഗ്രഹമുണ്ടാകുന്നതും ശരിയായ കാലത്തിനു മുൻപേ തന്നെ ഇല പിരിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന അത്തിയുടെ തലക്കനി പോലെ യഹോവ കണ്ടത് ആരെയാണ്? ഉത്തരം: ഇസ്രയേല്യരുടെ പിതാക്കന്മാരെ. ഹോശേയ 9:10. അടുത്ത ചോദ്യം: ഏത് രാജാവിൻ്റെ കാലത്താണ് ഇസ്രയേൽ ജനം അത്തിവൃക്ഷത്തിൻ്റെ കീഴിൽ ധൈര്യമായി പാർത്തത്? ഉത്തരം: ശലോമോന്റെ. 1 രാജാക്കന്മാർ 4:25. അടുത്ത ചോദ്യം: ഉഷ്ണം കൂടുതലുള്ള കാലം സമീപമായി എന്ന് യഹൂദന്മാർ എങ്ങനെ അറിയുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: അത്തിയുടെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ. മത്തായിയുടെ സുവിശേഷം 24:32. അടുത്ത ചോദ്യം: സാധാരണ അത്തിവൃക്ഷത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫലത്തിന് മുന്നമേ തന്നെ ഒരു ഫലമുണ്ടാകും. ഇങ്ങനെ ആദ്യമുണ്ടാകുന്ന ഫലത്തെ തലക്കനി അഥവാ തലപ്പഴമെന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ കൊതി വരുന്ന അത്തിയുടെ തലപ്പഴം പോലും കാണാനില്ല എന്ന് നെടുവീർപ്പെട്ടത് ആരാണ്? ഉത്തരം: മീഖ പ്രവാചകൻ. മീഖ 7:1. അടുത്ത ചോദ്യം: 6 മുദ്ര പൊട്ടിച്ചപ്പോൾ നക്ഷത്രങ്ങൾ എന്തുപോലെയാണ് ഭൂമിയിൽ പതിച്ചത്? ഉത്തരം: അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ. വെളിപ്പാട് 6:13. അടുത്ത ചോദ്യം: വളരെ മധുരമുള്ളതും വിശേഷപ്പെട്ടതും എന്നറിയപ്പെടുന്ന അത്തിപ്പഴം, 2 കൊട്ട അത്തിപ്പഴം എവിടെ വെച്ചിരിക്കുന്നതായാണ് യഹോവ യിരെമ്യാവിനെ കാണിച്ചത്? ഉത്തരം: യഹോവയുടെ മന്ദിരത്തിന് മുൻപിൽ. യിരെമ്യാവ് 24:2. അടുത്ത ചോദ്യം: ദാവീദ് കൊടുത്ത ഒരു കഷ്ണം അത്തിയടയും 2 ഉണക്കമുന്തിരിക്കുലയും തിന്നപ്പോൾ ഉയിർ വീണത് ആർക്കാണ്? ഉത്തരം: മിസ്രയീമ്യ ബാല്യക്കാരന്. 1 ശമൂവേൽ 30:12. അടുത്ത ചോദ്യം: അത്തിയിലകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ വസ്ത്രം ഏതാണ്? ഉത്തരം: അരയാട. ഉൽപ്പത്തി 3:7. അടുത്ത ചോദ്യം: ദൂരത്ത് നിന്ന് വരുന്ന ജാതി ആരുടെ അത്തിവൃക്ഷങ്ങളെയാണ് തിന്നുകളയുന്നത്? ഉത്തരം: ഇസ്രയേൽ ഗ്രഹത്തിൻ്റെ. യിരെമ്യാവ് 5:15-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആകാശത്തിലെ സൈന്യമെല്ലാം എങ്ങനെയെല്ലാമാണ് പൊഴിഞ്ഞു പോകുന്നത്? ഉത്തരം: മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിൻ്റെ കായ് വാടിപ്പൊഴിയുന്നത് പോലെയും. യെശയ്യാവ് 34:4. അടുത്ത ചോദ്യം: ഉണക്കിയ അത്തിപ്പഴം അരച്ച് ചില സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ചേർത്ത് അരച്ചുണ്ടാക്കുന്നതായ രുചികരമായ ഈ വിഭവം ദാവീദ് രാജാവിന് കൊടുത്തയച്ചത് ആരാണ്? ഈ വിഭവം ഏതാണ്? എത്ര എണ്ണമാണ്? ഉത്തരം: അത്തിയട. കൊടുത്തയച്ചത് അബീഗയിൽ. 200 എണ്ണം. 1 ശമൂവേൽ 25:18. അടുത്ത ചോദ്യം: അത്തിവൃക്ഷത്തിൻ്റെ കൂടെ അനുഭവ പുഷ്ടി നൽകുന്ന മറ്റൊരു ഫലം ഏതാണ്? ഉത്തരം: മുന്തിരിവള്ളി. യോവേൽ പ്രവചനം 2:22 വാക്യം. അടുത്ത ചോദ്യം: അത്തിയുടെ പഴം തിന്നുന്നത് ആരാണ്? ഉത്തരം: അത്തി കാക്കുന്നവൻ. സദൃശ്യവാക്യം 27:18. അടുത്ത ചോദ്യം: പാകമാകാത്തതും നല്ലതല്ലാത്തതുമായ അത്തിയുടെ ഫലം പോലെ യഹോവ ഉപേക്ഷിച്ച് കളയുന്നത് ആരെയൊക്കെയാണ്? ഉത്തരം:
യഹൂദ രാജാവായ സിദെക്കീയാവെയും പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് ശേഷിച്ചിരിക്കുന്ന യെരൂശലേമിലെ ശേഷിപ്പിനെയും മിസ്രയീം ദേശത്ത് പാർക്കുന്നവരെയും. യിരെമ്യാവ് 24:8. അടുത്ത ചോദ്യം, അത്തിവൃക്ഷങ്ങളുടെ കൂടെ പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞത് എന്തെല്ലാമാണ്? ഉത്തരം, തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും ഒലിവ് മരങ്ങളെയും. ആമോസ് 4:9. അടുത്ത ചോദ്യം, അത്തിവൃക്ഷം ഒലിവുപഴം കായ്ക്കുമോ എന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം, യാക്കോബ് അപ്പോസ്തലൻ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, നഥനയേലിനെ ആര് വിളിക്കും മുമ്പാണ് അത്തിയുടെ കീഴിലിരിക്കുന്നത് യേശു കണ്ടത്? ഉത്തരം, ഫിലിപ്പോസ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. അടുത്ത ചോദ്യം, തങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് അത്തിവൃക്ഷത്തോട് ചോദിച്ചത് ആരാണ്? ഉത്തരം, വൃക്ഷങ്ങൾ. ന്യായാധിപന്മാർ പുസ്തകം 9-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദൈവികമായ നല്ല പ്രവർത്തികൾ സ്വാഭാവിക തലത്തിൽ പ്രകടിപ്പിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി ശലോമോൻ അത്തിയുമായി ബന്ധപ്പെടുത്തി ഉത്തമഗീതത്തിൽ പരാമർശിച്ചിരിക്കുന്ന വാക്യം ഏതാണ്? ഉത്തരം, അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. ഉത്തമഗീതം 2:13. അടുത്ത ചോദ്യം, ഇത് വേദനാ സംഹാരിയും നീരുമാറാനുമൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു. ഇത് എന്താണ്? ബൈബിളിൽ ഇത് ഉപയോഗിച്ച ഭരണാധികാരി ആരാണ്? ഇത് കൊണ്ടുവന്ന പ്രവാചകൻ ആരാണ്? ഉത്തരം, ഇത് അത്തിപ്പഴക്കട്ട. ഭരണാധികാരി ഹിസ്കിയാവ്. പ്രവാചകൻ യെശയ്യാവ്. യെശയ്യാവിൻ്റെ പ്രവചനം 38-ാം അധ്യായം 21-22 വാക്യങ്ങൾ. അത്തിയെക്കുറിച്ചുള്ള വളരെ നല്ല ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ലൂവിസ് ബെസിലി, തൃശ്ശൂർ. പ്രിയ സിസ്റ്ററെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.